സ്ഥിരമായിട്ട് സ്വപ്നങ്ങൾ കാണാറുള്ള ആളാണോ? എങ്കിൽ ഈ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? അല്ലെങ്കിൽ ഈ സ്വപ്നങ്ങളിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം താങ്കൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നെല്ലാം തോന്നാറുണ്ടോ? പ്രത്യേകിച്ച് ഈ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വളരെയധികം ഒരു വലിയ പാരമ്പര്യം തന്നെയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ ജനിച്ചു വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പുലർച്ചെ അതായത് ഉണരുന്നതിന് മുമ്പ് പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ എപ്പോഴും ഫലിക്കുമെന്നുള്ളത്. അതായത് ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ 6 മണിക്ക് എണീക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സ്വപ്നങ്ങൾ ഫലിക്കും എന്ന് നമ്മളോട് പറയാറുണ്ട്. അതുപോലെ തന്നെ സ്വപ്നത്തിൽ നമ്മൾ സ്നേക്കിനെ കണ്ടാൽ അത് നെഗറ്റീവാണ്, സ്നേക്ക് കൊത്തുന്ന പോലെ കണ്ടാൽ അത് പോസിറ്റീവാണ്, കല്യാണം കാണുന്ന പൊട്ടയാണ്, മരണം കാണുന്ന പൊട്ടയാണ്, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും വലിയ ഇതുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ടാരോ നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ സ്ഥിരമായിട്ട് സ്വപ്നം കാണുന്നുണ്ട്, അതിന് ഉത്തരം തേടാൻ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ താങ്കളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ടാരോയും സ്വപ്നങ്ങളും എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ താങ്കൾ സ്വപ്നം കാണുന്ന ആളാണ്, ടാരോ ഇഷ്ടമുള്ള ആളാണെങ്കിൽ എൻ്റെ അറിവാണ് ഞാൻ താങ്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. താങ്കൾക്ക് എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ ഏകദേശം ഒരു 2000-ലധികം ആളുകളെ ഓൺലൈനിൽ ടാരോ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1,500ഓളം പേര് ടാരോ പ്രാക്ടീസ് ചെയ്ത് ടാരോ റീഡേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. താങ്കൾക്കും ടാരോ പഠിക്കണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് ടാരോ പഠനം തുടങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ആഴത്തിൽ പഠിക്കാം. അപ്പോൾ സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വപ്നം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നമ്മളൊരു സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, അത് പുലർച്ചെ നമ്മളൊരു 6-7 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം കാണുന്നതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബ്രെയിനിൻ്റെ ഒരു പ്രതിഭാസമാണ്. അതിൽ യാതൊരു വിധത്തിലും നമ്മൾ അതിന് വേറൊരു ഇതും നൽകേണ്ട കാര്യമില്ല. നല്ലൊരു ഹെൽത്തി ബ്രെയിൻ ആണെങ്കിൽ നമ്മൾ സ്വപ്നങ്ങൾ കാണണം. കാരണം എന്തെന്നാൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പല പാസ്റ്റ് ട്രോമാസ് ആയിരിക്കാം, പല പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം, നമ്മൾ കാണുന്ന സിനിമകൾ, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ, കാണുന്ന വീഡിയോസ്, അങ്ങനെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ബ്രെയിനിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പുലർച്ചെ നേരത്ത് നമ്മുടെ ബ്രെയിൻ ഏറ്റവും നല്ലൊരു ഫ്രീക്വൻസിയിലുള്ള സമയത്ത് നമ്മുടെ സ്വപ്നങ്ങൾ ആ സമയത്ത് നമ്മളിത് പുറത്തു വരുന്നതാണ്. ദർ ഈസ് നത്തിങ് റോങ് വിത്ത് ദാറ്റ് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ചില സ്വപ്നങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും കാണും. ചില സ്വപ്നങ്ങൾ മുഴുവനാകില്ല, നമ്മൾ പെട്ടെന്ന് ഞെട്ടി എണീക്കും. ചില സ്വപ്നങ്ങളിൽ നമ്മൾ പൂർവികരെ, പ്രത്യേകിച്ച് നമ്മുടെ വേണ്ടപ്പെട്ട ചില വ്യക്തികളെ കാണും. അവർ നമ്മളോട് വന്ന് പറയുന്ന പോലെ തോന്നും. ഉദാഹരണത്തിന് ഞാൻ തന്നെ ഓർക്കുന്നു, എൻ്റെ ഒരു വളരെ ക്ലോസ് റിലേറ്റീവ് എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് 2-3 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ അവരുടെ ഒരു അമ്മയെ അവർ സ്ഥിരം കാണുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവർക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു എന്തോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ഇത് എത്ര തവണ കണ്ടു? അവർ ഒരു സ്ഥിരം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ റിലാക്സ് ചെയ്ത് ടെൻഷനൊന്നും അടിക്കണ്ട, എന്തെങ്കിലും ഒരു പറയാൻ നോക്കുന്നുണ്ട്. അവരുടെ എക്സ്പ്രഷൻ എന്താണ്? അവർ ദേഷ്യത്തിലാണോ അതോ ശാന്തമാണോ, എന്ത് വികാരമാണ് താങ്കൾക്ക് മുഖത്ത് നിന്ന് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, അത് എല്ലാം നമ്മളൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവരത് നോക്കിയതിന് ശേഷം അവർ പറഞ്ഞു ദേഷ്യത്തിലൊന്നുമല്ല, സമാധാനത്തിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് നമുക്ക് വളരെ കാലശേഷം മനസ്സിലായി അവരുടെ അമ്മയുടെ പേര് ഒരു ചെറിയ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, അത് മറ്റാർക്കും അറിയില്ല. അതിൻ്റെ ഒരു ഇത് പിന്നീട് പൊന്തി വന്നു, അത് അവർ പറയാൻ ശ്രമിച്ചതായിരുന്നു. അപ്പോൾ പലപ്പോഴും അങ്ങനെ നമുക്ക് ചില കണക്ഷൻസ്, ഇത് റിയൽ ആവണമെന്ന് ഒരിക്കലും ഇല്ല, സ്വപ്നം കണ്ടില്ലെങ്കിലും ആ പ്രോപ്പർട്ടി ഉണ്ടെന്ന് അറിഞ്ഞ് അത് വന്നതിന് ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ട്, വലിയ വിലയുള്ളൊന്നുമല്ല. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ തന്നെ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം നമ്മളിങ്ങനെ വണ്ടർ അടിച്ച് പോകാറുണ്ട്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മുത്തച്ഛനെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരം സ്വപ്നം കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇനി എന്തെങ്കിലും മുത്തച്ഛനോട് പറയാനുണ്ടോ എന്നുള്ളത്. അങ്ങനെ യാദൃശികമായിട്ട് ഞാൻ ഒരു ഒറക്കൽ കാർഡ് കണ്ട് അത് റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് പിന്നീട് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ടാരോ റീഡിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇനി താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ താങ്കൾ താഴെ കോമൻറ്റ് ചെയ്യണം, ഞാൻ വായിച്ചു നോക്കുന്നതാണ് തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ എല്ലാവരുടെയും അനുഭവം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾക്കും അങ്ങനെ അനുഭവമുണ്ട്, സ്ഥിരമായിട്ട് ചില സ്വപ്നങ്ങൾ കാണുന്നു, അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നുവെങ്കിൽ, വ്യക്തമായിട്ട് കാണുന്നെങ്കിൽ, അത് എന്താ പറയുക, ഒരുപക്ഷെ നമുക്കൊരു മെസ്സേജായിട്ട് തന്നെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ചില സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, എപ്പോഴും സ്വപ്നം കാണുന്ന ആളല്ല, സ്ഥിരമായിട്ട് ചില സ്വപ്നങ്ങൾ കാണുന്നു. ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ താങ്കളുടെ മനസ്സിൽ തോന്നുകയാണ് എന്തോ ഒരു കാര്യം, സംബഡി ഹാസ് ടു ആൻസർ. എന്നോട് ചിലവർ റീഡ് ചെയ്ത് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ റീഡിങ് ചെയ്യുന്നില്ല കേട്ടോ, പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ, ഞാൻ എടുത്ത് പറയുന്നു. അപ്പോൾ എന്താണ് ഇങ്ങനെ വരുന്നത്? ചിലപ്പോൾ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളിപ്പോൾ സ്വപ്നം കണ്ടു, അവർ വരുന്ന പോലെ കാണുന്നു, സംസാരിക്കുന്ന പോലെ. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കും, എന്താണ് അവരുടെ മെസ്സേജ്. അതിനുശേഷം നമ്മൾ ടാരോയുമായിട്ട് കൺസൾട്ട് ചെയ്യും. ബിക്കോസ് ഈ ടാരോ എന്ന് പറയുന്നത് അങ്ങനെയും ചില കൺസൾട്ടേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്വപ്നം, ഇനിയിപ്പോൾ താങ്കൾ ടാരോ അറിയുന്ന ഒരാളാണെങ്കിൽ, സ്ഥിരമായിട്ടൊരു സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഈ ടാരോ കാർഡ് ഷഫിൾ ചെയ്തിട്ട് നമ്മൾ എന്താണ് അതിൻ്റെ ഒരു മെസ്സേജ്, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ച് നമ്മളൊരു കാർഡ് എടുക്കും. ആ കാർഡിൽ കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്വപ്നത്തിന് മെസ്സേജ് ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്.
ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് സീക്രസിയുടെ കാർഡാണ്, നിഗൂഢതയുടെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് നമുക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതിനും അപ്പുറം ആയിട്ട് എന്തൊക്കെയോ കുറേ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ മറ നീക്കാതിരിക്കുകയാണ്, മറ നീക്കി പുറത്തു വരാനുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മൾ ആ സ്വപ്നത്തിനെ അവലോകനം ചെയ്യണം. എന്ത് സ്വപ്നമാണ് കണ്ടത് നമ്മൾ എഴുതണം, ഒരു ഇതിൽ കൃത്യമായിട്ട് എഴുതണം. എന്താണ് കാണുന്നത്, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ, എന്ത് ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്, നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് കാർഡുകൾ തന്നെ വേണമെന്നില്ല, പക്ഷേ അതിനെന്തെങ്കിലും ടൂൾസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ അപ്പോൾ ഒരു സീക്രട്ടാണ് ഇവിടെ ഈ മെസ്സേജ് വന്നാൽ സീക്രട്ടാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കാര്യം അറിയാൻ പറ്റില്ല. ഇത് മേജർ ആർക്കാന കാർഡ് കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു കാർഡ് കൂടി എടുത്തിട്ട് നമുക്ക് ചോദിക്കാം എന്തെങ്കിലും ഇതിൽ നിന്ന് അടുത്ത കാലത്ത് നമുക്ക് റിവീൽ ആവുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത കാർഡ് എടുത്തപ്പോൾ നമുക്കിതിൽ 5 ഓഫ് സോഡ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ്. അതായത് എന്താ പറയുക, എന്ത് വില കൊടുത്തും വിജയിക്കണമെന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ മുത്തശ്ശിയോ ആരെങ്കിലൊക്കെ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ രഹസ്യമായിട്ട് നമുക്കെതിരെ എന്തോ ഒരു നീക്കം നടക്കുന്നുണ്ട്. നമ്മളെ എന്താ പറയുക തോൽപ്പിക്കാനായിട്ട്. നമുക്ക് പണ്ടറിയാലോ മഹാഭാരതത്തിൽ അരക്കെല്ലാം കെട്ടി പാണ്ഡവന്മാരെ കൊല്ലാൻ കൗരവന്മാരെ ശ്രമിച്ച മാതിരി സംബഡി ഈസ് പ്രിപ്പയറിങ് സംതിങ് ഫോർ അസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് മുൻകൂട്ടി എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് വന്നതാണ്. അങ്ങനെ അപ്പോൾ നമുക്ക് ചോദിക്കാം, ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കാരണം നമുക്ക് മെസ്സേജ് കിട്ടിയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേറൊരു കാർഡ് കിട്ടുന്നുണ്ട്, 10 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുക, ഭാരം കൂടുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ നമുക്ക് സ്വപ്നമില്ലാത്തതുകൊണ്ട് നമുക്കിത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്വപ്നമാണെങ്കിൽ നമ്മളത് ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചുകൊണ്ടൊക്കെ നമ്മൾ പല കാർഡുകൾ എടുത്ത് നോക്കാറുണ്ട്. അതിന് സ്പെസിഫിക് ആയിട്ടൊരു സ്പ്രെഡ് ഇല്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി എന്താ പറയുക, നമുക്കിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താ പറയുക, ഈ സ്വപ്നത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് ഞാൻ അറിയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു കാർഡ് എടുത്തപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കാർഡാണ്. ഇതും ഒരു നീതി എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ടാരോ കാർഡ് നമുക്കറിയണം, ടാരോ ഇതും അറിയണം. അങ്ങനെ നമുക്ക് എന്താ പറയുക, ഈ സ്വപ്നങ്ങളും ഇതുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ടും ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എല്ലാ സ്വപ്നങ്ങളും പോയിട്ട് ടാരോ റീഡിങ് എടുക്കണം എന്നുള്ളതല്ല. ചില സ്വപ്നങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുമെങ്കിൽ നമ്മൾ സ്വയം തന്നെ ഇരുന്ന് ആലോചിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സ്വയം തന്നെ റിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കുക, എന്തായിരിക്കും കാരണം, എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ എല്ലാം നോക്കിയതിന് ശേഷം നമുക്കൊരു ക്ലാരിറ്റിയും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടാരോ റീഡറെ കൺസൾട്ട് ചെയ്ത് ഇതെടുക്കാവുന്നതാണ്. അതർവൈസ് യു നീഡ് ടു ആൻസർ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരം കാണുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു യൂണിവേഴ്സലിൻ്റെ സൈനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ടു ബി ഓണസ്റ്റ്. നമ്മൾ പോളോ കൊയ്ലോൻ്റെ ഒരു ബുക്കുണ്ട്, ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം, വായിക്കേണ്ട ഒരു ബുക്കുമാണ്. ഒരു ഫെയറി ടെയിലാണത്. അത് ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ബുക്കുമാണ്, ദി ആൽക്കമിസ്റ്റ് ബൈ പോളോ കൊയ്ലോ. അത് തുടങ്ങുന്നത് തന്നെ സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ്റെ ജീവിതവുമായിട്ടാണ്. ഒരു 16 വയസ്സുള്ള ആട്ടിടയൻ. അദ്ദേഹം സ്ഥിരം സ്വപ്നം കാണുന്നു. എന്താണ് സ്വപ്നം കാണുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ്റെ പിരമിഡാണ് കാണുന്നത്. ആ പിരമിഡിൻ്റെ താഴെ സ്വർണ്ണമുള്ളതുപോലെ കാണുന്നു. അവസാനം അദ്ദേഹം അതൊരു ഒറക്കിൾ റീഡറുടെ അടുത്ത് കൺസൾട്ടേഷനാണ് പോകുന്നത്. അവൻ സ്വപ്നം പറയുന്നു. ആ വനിത അദ്ദേഹത്തോട് പറയുന്നത്, ആ പയ്യനോട്, എനിക്ക് ഫീസ് വേണ്ട, നീ അവിടെ പോകണം, അവിടെ നിന്ന് നിനക്ക് ആ സ്വർണം കിട്ടുമ്പോൾ നീ എനിക്ക് അതിൻ്റെ ഒരു ഷെയർ തന്നാൽ മതി എന്നുള്ളതാണ്. അങ്ങനെ അവരെ ഓമൻസ് ഗൈഡ് ചെയ്തിട്ട് അവസാനം അവൻ അവിടേക്ക് എത്തുന്നു. പിന്നെ അവന് സ്വർണം കിട്ടുന്ന ഒരു കഥയാണത് വരുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവൻ ആ സ്വപ്നം സ്ഥിരം കാണുന്നുണ്ട്, റിക്കറിങ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണുന്ന സ്വപ്നങ്ങൾ തള്ളിക്കളയരുത് എന്നാണ് ഈ ടാരോയിൽ നമ്മൾ പറയാറുള്ളത്. അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെ അർത്ഥം നോക്കണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലട്ടെ നമുക്ക് അർത്ഥം കിട്ടില്ല, എടുത്ത് ഞാൻ പറയുന്നു. കാരണം സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് കോഡഡ് ഭാഷയാണ്. കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് എപ്പോഴും അറിയണമെന്നില്ല. പക്ഷേ അത് നല്ലതാണോ ചീത്തയാണോ, നല്ലതിലേക്കാണോ പോകുന്നത്, മോശത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെ ചില ക്ലാരിറ്റി കിട്ടാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാനും പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പക്ഷേ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ചില പ്രശ്നങ്ങൾക്കും ഇതിനും നമുക്ക് സ്വപ്നങ്ങളിലൂടെ ഒരിത് കിട്ടുന്നുണ്ടെങ്കിൽ ടാരോയിലൂടെ പരിഹാരം കിട്ടുന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് യുവർ ട്രെയിനർ പ്രദീപ് ഹരിഹരൻ. ഐ വിൽ സീ യു ദെയർ. താങ്ക് യു.